കുഴി നിറയെ വാളച്ചാകര വാളച്ചാകര. അപ്പൊ കിഴക്കമ്പളത്തിൽ വന്നൊരു ആറ്റുവാളയായിരുന്നു. ആറ്റുവാള അപ്പൊ എല്ലാരും മലയെടുത്തോണ്ട് നേരെ തോട്ടപ്പള്ളിട്ട് പോരും. ഓക്കെ, അപ്പൊ തോട്ടപ്പള്ളി പുഴുവമാണ്. അപ്പൊ ഇവിടെ നല്ല വീശ് നടക്കുക കേട്ടോ. അപ്പോൾ പൊഴി മുറിഞ്ഞിപ്പോൾ ഇപ്പോൾ ഒരു വെള്ളം നല്ല ഒഴുക്കായിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിലുള്ള ബീച്ചാണ് ഇവിടെ ഉണ്ട്. ആവശ്യത്തിന് വാള കരിമീനും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണും. ഭയങ്കര മഴ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ കാര്യം, ഇത്രയും നല്ലൊരു കാഴ്ച കാണുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കുന്നത് ഉണ്ടോ? കണ്ടോ, കടല് മൊത്തം ബീച്ചുകാരാ, പുറയിൽ മൊത്തം. അപ്പോൾ തോട്ടപ്പള്ളി പുഴമുഖത്തെ ബീച്ചുകാർ കണ്ടല്ലോ, നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് ഇവിടെ. ആവശ്യത്തിന് മീൻ ഇപ്പം നന്നെണ്ണം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ പൊഴി ഒരു പരുവത്തിന് ഊടാൻ തുടങ്ങിയുണ്ട്. ഇപ്പം ചെറിയ മീനൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പം കിട്ടും. ചെറിയ മീനെന്നല്ല, എല്ലാത്തരം മീനും കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ കടലിൻ്റെ ആഴത്തിലിറങ്ങിപ്പോയി വീശുന്നവർക്ക് കളിയോടൻ, ആ വലയ്ക്കകത്ത് കളിയോടനുണ്ടോ, കളിയോടനുണ്ട്. ദൂരേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നവർക്ക് ആവശ്യത്തിന് മീൻ കിട്ടുന്നുണ്ട്. അതോടെ കളിയോടനാണ് ചേട്ടാ, കളിയോടൻ. വാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിഴക്കമ്പളത്തിൽ വന്നൊരു ആറ്റുവാളയായിരുന്നു. ആറ്റുവാള ഒരു 10-15ഓളം ആൾക്കാർ വീശുകാരുണ്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കിഴക്കൊന്ന് വരാൻ തുടങ്ങിയപ്പോൾ പൊഴി ഒരുവിധം നല്ലപോലെ ഓടിയപ്പം നല്ല ഒഴുക്കായി കഴിഞ്ഞപ്പോൾ എന്തുണ്ട്, ഈ മീനെല്ലാം കിഴക്കമ്പളത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി ഈ മഴയത്ത്. ഒരു ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് പോയി വീശാൻ പോകുന്നോ. നല്ല തിരയുണ്ട് കണ്ടോ, നല്ല തിരയാ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തോട്ടപ്പള്ളി ഇപ്പോഴത്തെ ഒരു കാഴ്ചയാണിത്. തോട്ടപ്പള്ളി പൊഴിമുഖത്തിൽ അതാണ്. പൊഴി മുറിഞ്ഞു കഴിയുമ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷമാണ്. മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമാണ്. കാര്യം കിഴക്കമ്പളത്തിൽ മീൻ വരും. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. വീടുകളിലെല്ലാം വെള്ളം കയറി, അങ്ങനെ വീട്ടിലെല്ലാം വെള്ളം കയറും, അങ്ങനെ വേറൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കൂരിയുണ്ട് കണ്ടോ, കൂരി ഞങ്ങളെ ചെറിയ മീനാണ്. സൈസ് പല സൈസിലെ വല വെച്ചാൽ ഇവിടെ ബീച്ചിൽ.
ഇറങ്ങി ദൂരെ പോകണ്ട ഇവിടെ. അതായത് ഇവിടെ വീശി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വീശുന്ന മൊത്തം. കണ്ടോ, ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അത്ര ഇറങ്ങിപ്പോയി വീശുന്നത്. ചാകര വാളയൊക്കെ ചാടാൻ തുടങ്ങിയല്ലേ? കുരുവാളയല്ലല്ലേ, വാളയല്ല, ആറ്റുവാളയല്ലേ, നാടൻവാളയല്ല. എന്തായാലും വീട്ടിൽ പോയിട്ട് വലയെടുത്തോണ്ടൊന്ന് വരണം. നല്ല പണിയാണ് ഇവിടെ നടക്കുന്നത്. വീട്ടിൽ പോയി വലയെടുത്തൊന്ന് വരേണ്ടി വരും. അത് ഞാൻ കളഞ്ഞോളാം. അത് ഓർത്തല്ലോ വെട്ടിയതാണ് ഒമ്പടിക്കാൻ പോയാണ് വല ഇങ്ങനെ ഇടുമ്പോൾ വല ഇങ്ങോട്ട് വേണം പറ്റില്ല. വല തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഭൂമിയുണ്ടെങ്കിൽ എല്ലാം കൊണ്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവാണ്. കാര്യം ഭയങ്കര മഴ വരുന്നുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഫോണൊക്കെ നനഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ഒന്നുകൂടെ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണേ കേട്ടല്ലോ. എല്ലാവരും കാണട്ടെ. അന്ന് മഴയൊക്കെ അല്ലേ, വന്ന് വീശി മീനൊക്കെ പിടിക്കും. കട്ടള എല്ലാം കിട്ടി, കട്ടള എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയായിരുന്നു, അണ്ണന് കിട്ടിയായിരുന്നു കട്ടള. അയ്യോ അതൊക്കെ ഉണ്ട്, ചോദിച്ചു നോക്കി. കട്ടളയെ കുറച്ച് ഒരു ഇതൊക്കെ കിട്ടിയായിരുന്നു. അപ്പുറത്ത് അപ്പോൾ എന്തായാലും എനിക്കൊരു ഒരു കാര്യം പറയട്ടെ. അപ്പം കടപ്പുറത്ത് വീശറിയാവുന്ന ടീമുകളൊക്കെ പോരുക. കടപ്പുറത്ത് നല്ല വൻ പണി നടക്കുകയാണ് തോട്ടപ്പള്ളി കേട്ടോ, ഉണ്ടല്ലോ. അപ്പോൾ ശരി, എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് കൊടുക്കണേ. ഒത്തിരി പേര് ഈ ഒരു ദിവസത്തിന് ഇത്തരം ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ. ഓക്കെ.